തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ മിന്നൽ ബസ് സമരം. രാവിലെയാണ് മിന്നൽ ബസ് സമരമൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വലയ്ക്കുമെന്ന് നമുക്കറിയാം. ഒരു വിഭാഗം ബസ് ജീവനക്കാർ പണിമുടക്കുകയാണ്. പ്രദേശവാസിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ബസ് ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സാനു വിവരങ്ങൾ നൽകും. സാനു, ഈ മർദ്ദനം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ എന്തിന് ഉണ്ടായി? ഇപ്പോൾ ഈ മിന്നൽ സമരം എങ്ങനെ ബാധിച്ചിരിക്കുന്നു? പിന്നെ എന്തായാലും മിന്നൽ സമരം യാത്രക്കാരെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം സ്കൂളൊക്കെ തുറന്ന് വിദ്യാർത്ഥികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന ഒരു സമയത്താണ് ഈ സ്വകാര്യ ബസ്സുകളുടെ അല്ലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊരു മിന്നൽ സമരം തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ സംഭവത്തിലേക്ക് നയിച്ചൊരു കാര്യം, കഴിഞ്ഞ 21-ാം തീയതി കൊടുങ്ങല്ലൂർ പ്രദേശത്ത് സർവീസ് നടത്തുന്ന ബസ് കരിവന്നൂർ വലിയ പാലത്തിന് സമീപം സംസ്ഥാന പാതയിലെ അവിടെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുകയാണ്. ഈ ബസ്സിന്റെ മുന്നിൽ ഒരു കാർ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ കാറുകാരുമായിട്ട് ഈ ബസ് ഒരു സ്വകാര്യ ബസ്സിൽ ജീവനക്കാര് സംഘർഷത്തിലേർപ്പെട്ടു. ഇത് കണ്ടുനിന്ന സമീപവാസിയായിട്ടുള്ള ഒരാള് ഇവർക്ക് മധ്യസ്ഥത വഹിക്കാൻ എത്തുകയും ഷിഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം മധ്യസ്ഥത വഹിക്കാൻ എത്തുകയൊക്കെ ചെയ്തായിരുന്നു. തുടർന്ന് ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ഇദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ മധ്യസ്ഥത വഹിക്കാൻ വന്ന ആ പ്രദേശവാസിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ മർദ്ദിക്കുകയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ദൃശ്യങ്ങൾ പകർത്തി ബീജിയം ഒക്കെ ചേർത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഈ മർദ്ദനമേറ്റ വ്യക്തി ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഇദ്ദേഹം ഈ ചിത്രങ്ങളും ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഈ ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തതോടുകൂടിയിട്ടാണ് സമരത്തിലേക്ക് ഈ ബസ് ജീവനക്കാർ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും പോലീസിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ സംഘർഷം, അതായത് മധ്യസ്ഥത വഹിക്കാൻ എത്തിയ ആൾക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അടി അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ കർശന നടപടി ഈ ബസ് ജീവനക്കാർക്കെതിരെ എടുക്കുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ മിന്നൽ സമരവുമായിട്ട് ഈ ബസ് ജീവനക്കാർ രംഗത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, സാനു വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് അവർ മിന്നൽ സമരത്തിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും ഇത് പൊതുജനങ്ങളെ വലച്ചിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം രാവിലെ എല്ലാവരും സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകുന്നൊരു സമയമാണല്ലോ.